നിങ്ങളൊരു ബൈക്കോ അല്ലെങ്കിൽ സ്കൂട്ടറോ ഉപയോഗിക്കുന്ന ആളാണോ എങ്കിൽ ഈ 5 കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. ഫസ്റ്റ്, നിങ്ങളൊരു BS6 വാഹനമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വണ്ടി ഓൺ ചെയ്യുമ്പോൾ ഏകദേശം 3 to 5 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്യേണ്ടതാണ്. കാരണം വാഹനത്തിൻ്റെ എല്ലാ സെൻസേഴ്സും സെൽഫ് ഡയഗ്നോസ് ചെയ്യാനുള്ള സമയം നിങ്ങൾ അതിന് കൊടുക്കണം. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെറിയൊരു ശബ്ദം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കേൾക്കാം. നമ്മളെ പമ്പിലേക്ക് ഫ്യൂവൽ കയറുന്ന ഒരു സൗണ്ടാണത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലാത്ത പക്ഷം നിങ്ങൾ ഫ്യൂവൽ പമ്പിനും മറ്റും കംപ്ലൈൻറ്റുകൾ വരാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത്തേത്, നിങ്ങൾ ഫ്യൂവൽ കംപ്ലീറ്റ് അല്ലെങ്കിൽ ഫുൾ അടിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ, പെട്രോൾ ഫുള്ളായിട്ട് നിങ്ങൾ ടാങ്കിൽ ഫില്ലാക്കുന്ന ആളാണെങ്കിൽ ഒരിക്കലും കംപ്ലീറ്റ്ലി ഫില്ലാക്കരുത്. കുറച്ച് ഗ്യാപ്പ് അതിന് കൊടുക്കണം. കാരണം അതിന് എയർ സർക്കുലേഷൻ ചെയ്യാനും അതുപോലെ തന്നെ ഫ്യൂവൽ പമ്പിലോട്ട് കറക്റ്റായിട്ട് പെട്രോൾ പോകാനും എന്ത് ചെയ്യും, ഇത് സഹായിക്കും. അപ്പോൾ കംപ്ലീറ്റ് ഫുൾ അടിക്കുന്നവർ ശ്രദ്ധിക്കുക, കംപ്ലീറ്റ്ലി ഫുള്ളാവരുത്. നമ്മൾ ഓട്ടോ കട്ട് ഓഫ് ആവുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുക, ഫ്യൂവൽ നിർത്തുക. മൂന്നാമത്തെ കാര്യം, ഫ്യൂവൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഒരു മിനിമം കപ്പാസിറ്റിയിൽ അല്ലെങ്കിൽ മിനിമം ക്വാണ്ടിറ്റിയിൽ എന്ത് ചെയ്യരുത്, കുറഞ്ഞു പോകരുത്. കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങളെ ഫ്യൂവൽ പമ്പ് ഫ്യൂവൽ പമ്പിന് ഏകദേശം 15,000 രൂപ അല്ലെങ്കിൽ 10,000 രൂപയോളം കോസ്റ്റ് വരും. ആ ഫ്യൂവൽ പമ്പ് ഡാമേജ് ആവാനും, ഫ്യൂവൽ ഉണ്ടെങ്കിൽ ആ പമ്പ് വർക്ക് ചെയ്യാനുള്ളൊരു കൂളിങ്ങും കാര്യങ്ങളും എന്ത് ചെയ്യുള്ളൂ, ആ ഫ്യൂവൽ പമ്പിന് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളെ വണ്ടിയിൽ എപ്പോഴും എന്ത് ചെയ്യുക, പ്രത്യേകിച്ച് BS6 വണ്ടികളിൽ നിങ്ങൾ ഫ്യൂവൽ എപ്പോഴും കുറച്ച് സ്റ്റോർ ചെയ്യാൻ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. നാലാമത്തേത്, വാഹനം നിങ്ങൾ 1, 2, 3 മാസം ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ, ഉപയോഗിക്കാതെ വന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിലുള്ള ഫ്യൂവൽ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തിട്ട് ന്യൂ ഫ്യൂവൽ എന്ത് ചെയ്യുക, അടിക്കാൻ ശ്രമിക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഫ്യൂവലിനും ഷെൽഫ് ലൈഫ് ഉണ്ട്. അപ്പോൾ ഒരു നിശ്ചിത ടെമ്പറേച്ചറിൽ കുറച്ച്, അതായത് 1, 2, 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂവൽ കംപ്ലൈൻറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, പഴയ ഫ്യൂവൽ മാറ്റി പുതിയ ഫ്യൂവൽ ഫില്ല് ചെയ്തിട്ട് മാത്രം എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. അതുപോലത്തെ അഞ്ചാമത്തെ കാര്യമാണ്, പലവരും സീറ്റിനടിയിൽ നമ്മുടെ കഴുകുന്ന തുണികൾ, തുടപ്പുകൾ, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, സീറ്റിനടിയിൽ സൂക്ഷിക്കും. സീറ്റിനടിയിൽ സൂക്ഷിക്കുന്ന സമയം നമ്മുടെ എയർ ഫിൽട്ടർ, അതുപോലെ എയർ ഫിൽട്ടറുകൾ ബ്ലോക്ക് ആവാനും നമ്മുടെ വണ്ടിയുടെ പെർഫോമൻസിനെ അത് ബാധിക്കാനും നമ്മുടെ വണ്ടി ഡാമേജ് ആവാൻ എന്ത് ചെയ്യുന്നുണ്ട്, ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, പഴയ ക്ലോത്തുകളൊന്നും എന്ത് ചെയ്യുക, വണ്ടിയുടെ സീറ്റിനടിയിൽ എന്ത് ചെയ്യുക, സൂക്ഷിക്കാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലത്തെ കണ്ടന്റിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.